നമസ്കാരം. കിരാതവൃത്തം എന്ന കടമ്മനിട്ടയുടെ കവിത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പ്രതിപാദിച്ചതാണ്. അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിലാദ്യത്തെ ചോദ്യം കവിതയിലുള്ള ചില പ്രയോഗങ്ങളുടെ അർത്ഥതലങ്ങളെക്കുറിച്ച് ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ്. ഈ ചോദ്യത്തിൽ നൽകിയിട്ടുള്ള പ്രയോഗങ്ങളെല്ലാം തന്നെ നമ്മൾ കവിതയുടെ വിശകലനത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, നീറായ വനം, ചാട്ടുളിയായ കനൽവിളി, അലകടലിൻ വേരുപറിക്കൽ, കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ, ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി. ഈ പ്രയോഗങ്ങൾ കവിതയിലുണ്ടാക്കുന്ന അർത്ഥതലങ്ങളാണ് ചോദ്യത്തിൻ്റെ വിഷയം. ഈ നീറായ വനം എന്നുള്ളത് കവിതയുടെ തുടക്കത്തിൽ ആദ്യ വരികളിലുള്ള ഒരു പ്രയോഗമാണ്. അതായത് ചുട്ടു ചാമ്പലായ വെണ്ണീറായ വനമാണ്. അതായത് ആ വനത്തിലെ തൻ്റെ സംസ്കാരത്തെയും തൻ്റെ കുലത്തെയും തൻ്റെ പ്രകൃതിയെയും എല്ലാം നശിപ്പിച്ച കാട്ടാളൻ്റെ ദൈന്യത നിൽക്കുന്ന സ്ഥലമാണ് നീറായ വനം എന്നുള്ള പ്രയോഗത്തിൽ തെളിഞ്ഞു വരുന്നത്. രണ്ടാമത്തേത് ചാട്ടുളിയായ കനൽവിളിയാണ്. അത് കവിതയിൽ നമ്മൾ പറഞ്ഞു, കവിതയുടെ ഭാവം അല്ലെങ്കിൽ കാട്ടാളൻ്റെ ഭാവം എന്നുള്ളത് രൗദ്രം ആകുന്ന ഭാഗത്തുള്ളതാണ്. അവിടെയാണ് കണയേറ്റ കരിമ്പുലി പോലെയും ഉരുൾപൊട്ടിയ മാമല പോലെയും കാട്ടാളൻ ലോകത്തെ ആകെ ഉലയ്ക്കുന്ന മട്ടിൽ അലറുന്നത്. ആ വിളി, അതായത് ഭൂമിയുടെ വംശപരമ്പരയുടെ അടയാളങ്ങളായ മലകൾ മുറിഞ്ഞ ആറ് കരയോട് കനലായി വിളിക്കുന്നതാണ്. ആ കനലിൻ്റെ വിളിയാണ് ചാട്ടുളിയായി കരളിൽ ചെന്ന് ആഞ്ഞു തറക്കുന്നത്. അപ്പോൾ ചാട്ടുളി നമുക്കറിയാം, കൃത്യമായ സ്ഥലത്തേക്ക് തുളഞ്ഞു കയറുന്ന ഒരു ഉപകരണമാണ്. അപ്പം അങ്ങനെ ഒരു കൃത്യമായ ഒരിടത്തേക്ക് തറഞ്ഞു കയറുന്ന രീതിയിൽ കൃത്യമായ മൂർച്ചയുള്ള ഒരു വിളിയായി നമുക്ക് ആ പ്രയോഗത്തെ കാണാം. മൂന്നാമത്തേത് അലകടലിൻ വേരു പറിക്കാൻ കുതറുന്ന കാട്ടാളനാണ്. ഈ വരികളുടെ തുടർച്ചയിലുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കടലിൻ്റെ വേര് പറിക്കാൻ കാട്ടാളൻ കുതറുന്നത് അല്ലെങ്കിൽ കാട് കുതറുന്നത് പ്രളയത്തിലൂടെ കരയിലെ മരങ്ങളൊക്കെ പിഴുതെറിയാൻ കാടിന് കരുത്തുണ്ട്. ആ കരുത്താണ് കടലിൻ്റെ വേരും കൂടി പറിക്കുക. ആ രീതിയിൽ അതിനെ കാണാം. പിന്നെയുള്ളത് കറുകപ്പുൽ തുമ്പത്ത് അമ്പിളി കളമെഴുതി പാടിയ രാവുകളാണ്. നമ്മൾ പറഞ്ഞു, ഈ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗന്ദര്യാത്മക ബിംബമാണത്. നിലാവിൻ്റെ കളമെഴുത്ത് പാട്ടിന് പുൽത്തുമ്പ് വേദിയാവുകയാണ് ഈ വരികളിൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു അനുഷ്ഠാന കലാരൂപം കളമെഴുതുക എന്നുള്ളതിനെ പ്രകൃതിയെയും കൂടി കൂട്ടുന്ന ഒരു സർഗലയ സമ്മോഹനമായ ഒരു ദൃശ്യമായി നമുക്ക് ഈ വരികളെ കാണാം. പിന്നെയുള്ളത് ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി. അത് നമ്മൾ പറഞ്ഞു, കവിതയിലൊരു ഭാവവിച്ഛേദം സംഭവിക്കുന്ന ഭാഗമാണ്. അതായത് തുടക്കത്തിലും ഈറ്റപ്പുലിയുടെ മുരൾ കണ്ണുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും മാറി തുടക്കത്തിൽ ഈറനണിഞ്ഞ കണ്ണാണ് ഈറ്റപ്പുലിക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് തീക്ഷ്ണമാകുന്ന, തീത്തുള്ളിയാൽ തീക്ഷ്ണമാകുന്ന രീതിയിലേക്ക് പുലിയുടെ അല്ലെങ്കിൽ കാട്ടാളൻ്റെ കണ്ണ് മാറി എന്നുള്ള രീതിയിലാണ് ആ പ്രയോഗത്തെ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഓരോ പ്രയോഗത്തിനും ആ കവിതയിൽ വലിയ അർത്ഥസാധ്യതകളുണ്ട് എന്ന ഉപസംഹാരത്തോടെ ഇതിൻ്റെ വിശകലനം അവസാനിപ്പിക്കാം. പിന്നെയുള്ളത് നമ്മുടെ നാടോടി സംസ്കാരത്തിൻ്റെയും പടയണി എന്ന അനുഷ്ഠാന കലാരൂപത്തിൻ്റെയും അടിത്തറയിൽ കെട്ടിയുയർത്തിയ കാവ്യശില്പമാണ് കിരാതവൃത്തം. കവിത വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. നോക്കൂ, നമ്മുടെ നാടോടി സംസ്കാരം
തന്നെയാണ് ഈ കവിതയിലുള്ളത്. അതോടൊപ്പം പടയണി എന്ന അനുഷ്ഠാന കലാരൂപം കവിതയിൽ വരുന്നത് നമ്മൾ പറഞ്ഞു. നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ എന്ന് കടമ്മനിട്ട് എഴുതുമ്പോൾ നെഞ്ചത്ത് പന്തം കുത്തുന്നത് പടയണിയിലെ ഭൈരവിക്കോലമാണെന്നും കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ അച്ഛൻ കടമ്മനിട്ട രാമൻ നായർ പ്രശസ്തനായ ഒരു പടയണി കലാകാരനായിരുന്നെന്നും ആ ഒരു സങ്കേതത്തെ അദ്ദേഹം കവിതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അതാണ് പടയണി ഈ കവിതയിലുള്ളത്. പിന്നെ നമ്മുടെ നാടോടി സംസ്കാരം, കാട്ടാളനുമായി ബന്ധപ്പെട്ട, കാടുമായി ബന്ധപ്പെട്ട ധാരാളം വിശകലനങ്ങൾ കവിതക്കകത്തുണ്ട്, നമ്മൾ പരിചയപ്പെട്ടതാണ്. ധാരാളം ജന്തു സസ്യങ്ങൾ കവിതക്കകത്ത് വിഷയമാകുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നാടോടി സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. വീറ്റപ്പുലി, മുത്തങ്ങാപ്പുല്ല്, കരിമൂർഖൻ, ആമ്പൽ, പച്ചപ്പൈ, തുളസിക്കാട്, വേഴാമ്പൽ, കുറുകപ്പുല്ല്, ഇങ്ങനെ ധാരാളം നമ്മുടെ ജന്തു സസ്യ ജാലങ്ങൾ ഈ കവിതയിൽ വിഷയമാണ്. ഇതെല്ലാം നമ്മൾ നാടോടി സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെ ഓരോന്നിനെയും നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. പിന്നെയുള്ളത് കാവ്യബിംബങ്ങളിൽ ദൃശ്യബിംബങ്ങൾക്ക് സവിശേഷ സ്ഥാനമാണുള്ളത്. കിരാതവൃത്തം എന്ന കവിതയെ സൗന്ദര്യാത്മകമാക്കുന്നതിൽ ദൃശ്യബിംബങ്ങൾ വഹിക്കുന്ന പങ്കെന്തെന്ന് കണ്ടെത്തി എഴുതുക. എന്താണ് ബിംബം? നോക്കൂ, കവിതക്കകത്ത് നമ്മുടെ ഒരു കവിതയിൽ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളുടെ സാധുത കൃത്യമാക്കാൻ വേണ്ടി കവികൾ ഉപയോഗിക്കുന്ന രചനാ സങ്കേതമാണ് ബിംബം. ധാരാളം ബിംബങ്ങളുണ്ട്. ഒന്ന് ദൃശ്യബിംബമാണ്, ശ്രാവ്യബിംബമുണ്ട്, ഗന്ധബിംബമുണ്ട്, സ്പർശബിംബമുണ്ട്. ഇങ്ങനെ ധാരാളം ബിംബങ്ങളുണ്ട്. ഇപ്പോൾ ദൃശ്യബിംബത്തിനൊരു ഉദാഹരണം ഞാൻ പറയാം. കെ.ജി. ശങ്കരപ്പിള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബംഗാൾ എന്ന കവിതയിൽ എഴുതുന്നുണ്ട്, കവിളിലിരുന്ന് കണ്ണിനെ തിരിഞ്ഞു നോക്കുന്ന കണ്ണുനീർ. കവിളിലിരുന്ന് കണ്ണിനെ തിരിഞ്ഞു നോക്കുന്ന കണ്ണുനീർ എന്ന് കെ.ജി.എസ്. അദ്ദേഹത്തിൻ്റെ ബംഗാൾ എന്ന കവിതയിൽ എഴുതുന്നു. അതൊരു ദൃശ്യബിംബത്തിന് ഉദാഹരണമാണ്. അതൊന്നുകൂടി വിശദീകരിച്ചാൽ, ഓർമ്മ എന്ന ഒരു ഘടകത്തെ മുൻനിർത്തി നമുക്ക് ബിംബത്തെ ഒന്ന് പറഞ്ഞു നോക്കാം. ചിറകുള്ള ഓർമ്മ എന്ന് പറയുമ്പോൾ അത് ദൃശ്യബിംബമാണ്, ചിറകുള്ള ഓർമ്മ. ഇനി സൗരഭ്യമുള്ള ഓർമ്മ, സൗരഭ്യം എന്ന് പറഞ്ഞാൽ സുഗന്ധം, നല്ല മണമല്ലേ. സൗരഭ്യമുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ഗന്ധബിംബമാണ്. ഇനി സംഗീതാത്മകമായ ഓർമ്മ എന്ന് പറഞ്ഞാൽ അത് ശ്രവ്യമായ ബിംബമാണ്, ശ്രവ്യബിംബമാണ്, സംഗീതാത്മകമായ ഓർമ്മ. പൊള്ളുന്ന ഓർമ്മ എന്ന് പറഞ്ഞാലോ അത് സ്പർശബിംബമാണ്. മധുരിക്കുന്ന ഓർമ്മ എന്ന് പറഞ്ഞാൽ രസനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട ബിംബമാണ്. ഇങ്ങനെ ഒരു ആശയത്തെ തന്നെ നമുക്ക് വ്യത്യസ്ത ബിംബങ്ങളായി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഈ കവിതയിൽ ദൃശ്യബിംബങ്ങൾക്ക് ധാരാളം സാധ്യതകളുണ്ട്. ആ കവിതയുടെ തുടക്കത്തിലുള്ള ഈറ്റപ്പുലിയെയും കരിമൂർഖനെയും കൂട്ടുപിടിച്ചുകൊണ്ട് കാട്ടാളിനെ അവതരിപ്പിക്കുന്നത് തൊട്ട് നശിച്ച് വെണ്ണീറായി കിടക്കുന്ന കാടിനെ പറയുമ്പോഴും, പിന്നീട് പെയ്യാൻ മടിച്ചു നിൽക്കുന്ന ആകാശത്തെ പറയുമ്പോഴും, അവസാനം കാട്ടാളൻ്റെ പ്രതികാരത്തെക്കുറിച്ച് പറയുമ്പോഴും, മഴ പെയ്യും വീണ്ടും കാട് കാടാവും എന്നുള്ള പ്രത്യാശയോടെ കവിത അവസാനിക്കുമ്പോഴുമെല്ലാം ദൃശ്യബിംബത്തെ വളരെ മനോഹരമായി കവി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അതാണ് എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം എഴുത്തച്ഛനെയും കടമ്മനിട്ടയെയും താരതമ്യം ചെയ്യുന്ന ഒരു ഭാഗമാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സ്വർണ്ണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണ്ണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി നിന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ ഭരണാർത്ഥമാലയുമിട്ടിയിടിനാൾ കണയറ്റ കരിമ്പുലി പോലെ ഉരുൾപൊട്ടിയ മാമല പോലെ ഉലകാകെ ഉലക്കും മട്ടിൽ അലറി കാട്ടാളൻ അലകടലിൻ വേരുപറിക്കാൻ കുതറി കാട്ടാളൻ. എഴുത്തച്ഛനിൽ നിന്ന് കടമ്മനിട്ടയിലേക്ക്
എത്തുമ്പോൾ കാവ്യഭാഷയിൽ സംഭവിച്ച പരിണാമത്തെപ്പറ്റി മുകളിൽ കൊടുത്ത കാവ്യഭാഗങ്ങൾ വിശകലനം ചെയ്ത് ലഘുപന്യാസം രചിക്കുക എന്നതാണ് ചോദ്യം. നോക്കൂ, അതിൻ്റെ പ്രധാനപ്പെട്ട ചില താരതമ്യത്തിലെ ചില പോയിന്റുകൾ മാത്രം ഞാൻ പറയുന്നു. ഒന്നാമത്തേത് ഭാവം. ഈ രണ്ടിലെ കവിതയിലെ ഭാവം എടുത്താൽ എഴുത്തച്ഛനിൽ ഒരു ധ്വന്യാത്മകമായ ആത്മീയതയാണ് എഴുത്തച്ഛൻ്റെ അത്യാത്മനമൻ കിളിപ്പാട്ടിലെ ഭാവം എന്ന് പറയുന്നത്. ധ്വന്യാത്മകമായ ആത്മീയത. കടമ്മനിട്ടയിലാണെങ്കിൽ അതൊരു നടനാത്മക പ്രക്ഷുബ്ധതയാണ്. ഭാവം പ്രക്ഷുബ്ധമായ ഒരു ഭാവമാണ് കടമ്മനിട്ടയിലുള്ളതെങ്കിൽ ആത്മീയമായ ധ്യാനമൊക്കെയായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു ശാന്തമായ ഭാവമാണ് എഴുത്തച്ഛനിലുള്ളത്. എഴുത്തച്ഛനിൽ മാനക ഭാഷയാണുള്ളത്. ഭാഷയുടെ കാര്യത്തിൽ നോക്കിയാൽ എഴുത്തച്ഛനുള്ളത് മാനക ഭാഷയാണ്, കടമ്മനിട്ടയിലുള്ളത് വാമൊഴിയാണ്. അത് നമ്മുടെ ദ്രാവിഡ സ്വത്വവുമായി കുറെ കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാമൊഴിയാണ് കടമ്മനിട്ടയുടെ ഭാഷ. എഴുത്തച്ഛനിൽ അത് മാനക ഭാഷയാണ്. എഴുത്തച്ഛൻ്റെ വൃത്തം കിളിപ്പാട്ട് വൃത്തമാണ്. കടമ്മനിട്ടയാണെങ്കിൽ പടയണി പോലുള്ള ദൃശ്യകലാരൂപങ്ങളിലെ വായ്ത്താരികളാണ് ഉപയോഗിക്കുന്നത്. എഴുത്തച്ഛൻ പരമ്പരാഗതമായ കാവ്യ സങ്കേതത്തെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കടമ്മനിട്ട ഗോത്ര സൗന്ദര്യവുമായി ബന്ധപ്പെട്ട സങ്കല്പത്തെയാണ് കവിതയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭാവം, ഭാഷ, വൃത്തം, കാവ്യസങ്കല്പം എന്നീ 4 പോയിന്റുകളിൽ എഴുത്തച്ഛനും കടമ്മനിട്ടയും എങ്ങനെ വ്യത്യസ്തരാകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അത് വെച്ചിട്ട് നിങ്ങൾ ഉപന്യാസം തയ്യാറാക്കുക. കണ്ണാടി കാൺമോളവും എഴുത്തച്ഛൻ, ഊഞ്ഞാലിൽ വൈലോപ്പിള്ളി, കിരാതവൃത്തം കടമ്മനിട്ട, മത്സ്യം TP രാജീവൻ. ഈ കവിതകൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതുക. ഇത് 4 നമ്മൾ പഠിച്ച് കഴിഞ്ഞ കൃതികളാണ്. ഊഞ്ഞാലിലും മത്സ്യവും നമ്മൾ +1 പഠിച്ചു. കണ്ണാടി കാണുമ്പോളവും കിരാതവൃത്തവും ഇപ്പോൾ +2 നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ നിങ്ങൾ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുക്കുന്ന പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാ പുസ്തകങ്ങൾക്കും അവതാരിക ഉണ്ടാകും. അത് ആ പുസ്തകത്തെ സാമാന്യമായി പരിചയപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. കേരളത്തിൽ മലയാളത്തിൽ വളരെ പ്രശസ്തമായ അവതാരികകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പുസ്തകത്തേക്കാൾ കൂടുതൽ വായനക്കാർ അവതാരികക്കുണ്ടായ അത്രയും പ്രശസ്തമായ ധാരാളം അവതാരികകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവതാരിക എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അവതാരിക എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നോക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് അവതാരിക ഉണ്ടാകുക എന്നുള്ളതാണ്. പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് അവതാരിക ചെയ്യുക. 2, ആ പുസ്തകത്തിൻ്റെ മൗലിക സ്വഭാവം വിശദീകരിക്കുന്ന രീതിയിലാണ് അവതാരിക ഉണ്ടാവുക. എന്താണ് ആ പുസ്തകത്തിൻ്റെ മൗലികമായ സ്വഭാവം, അത് അവതാരികയിൽ നമ്മൾ വിശദീകരിക്കണം. 3, ഉള്ളടക്കത്തിൻ്റെ സംഗ്രഹം എഴുതണം. ആ പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം അത് ചുരുക്കി സംഗ്രഹമായി നമ്മൾ അവതാരികയിൽ സൂചിപ്പിക്കണം. 4, അവതാരിക ഏറ്റവും വലിയ ധർമ്മം നിർവഹിക്കുന്ന യഥാർത്ഥത്തിൽ വായനക്കാരെ കൃതിയുമായി അടുപ്പിക്കുന്നു എന്ന രീതിയിലാണ്. വായനക്കാരെ കൃതിയുമായി അടുപ്പിക്കുന്നു. അതായത് മിക്കവാറും വലിയ നോവലുകളോ അല്ലെങ്കിൽ കഥയോ കവിതയൊക്കെ ആളുകൾ വായിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അവതാരിക ഒന്ന് വായിച്ചു നോക്കുന്ന, ഓടിച്ചെങ്കിലും വായിച്ചു നോക്കുന്ന ഒരു പതിവുണ്ട്. അത് നോക്കിയിട്ടാണ് ഈ പുസ്തകം നല്ലതാവുമോ എന്നൊക്കെ വായനക്കാർ തീരുമാനിക്കുന്നതും അത് വായിക്കണോ എന്നൊക്കെ ആലോചിക്കുന്നത്. അർത്ഥത്തിൽ വായനക്കാരെ കൃതിയുമായി ബന്ധപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് അവതാരിക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളെ ചേർത്തുകൊണ്ട് നിങ്ങൾ അവതാരിക ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഉള്ളടക്കമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവസാനം ഈ പാഠത്തിലുള്ളത് പിന്നെ എന്നാ ഉണ്ട്? അങ്ങനെ പറയാൻ വേണ്ടി ഒന്നുമില്ല. വീഡിയോ ഉണ്ടേ ഒന്ന് താ. ഇല്ല, ഇവിടെ ഒരാളെ കാണാൻ വന്നതാ. അപ്പന് സുഖമൊക്കെയാണോ? അയ്യോ, ചത്തുപോയി കഴിഞ്ഞ വേനക്ക്. എന്നതായിരുന്നു? ഒന്നുമില്ലാഞ്ഞു. രാത്രി ഒരു ചുമ കേട്ട് നേരം വെളുത്ത് നോക്കിയപ്പോൾ വിറകു കൊള്ളി പോലെ കിടക്കണു മരച്ച്. ഓർമ്മകളിൽ വന്നു പോകുന്നവർ നാരായൺ.
കഥയിൽ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുമ്പോൾ കൈവരുന്ന ശക്തി സൗന്ദര്യങ്ങൾ കണ്ടെത്തി വിശദീകരിക്കുക. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു എഴുത്തച്ഛനിൽ മാനക ഭാഷയാണുള്ളത് എന്നുള്ളത്. എന്താണ് മാനക ഭാഷ? മാനക ഭാഷ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നാണ് പറയുക. അതായത് പത്രങ്ങളും ടെലിവിഷൻ ചാനലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മലയാളം ഉണ്ടല്ലോ, ആ മലയാളമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഷയാണ്. പ്രാദേശിക ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് മാനക ഭാഷ എന്ന് പറയുന്നത്. മറ്റതൊക്കെ പ്രാദേശിക ഭാഷയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മലപ്പുറത്തും തൃശ്ശൂരും പാലക്കാടും ഒക്കെയുള്ള കുട്ടികളാണ്. നമ്മുടെ ഒക്കെ ജില്ലകൾക്ക് അല്ലെങ്കിൽ പൊതുവെ മലബാറിന് സ്വന്തമായ ഒരു ഭാഷാരീതിയുണ്ട്. ആ ഭാഷാരീതി പലപ്പോഴും തെക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവാൻ വലിയ പ്രയാസമാണ്. തിരുവനന്തപുരത്ത് നിന്ന് പോകണ്ട, നമ്മളിപ്പോൾ കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ വടക്കേ അതിർത്തിയിൽ പറയുന്ന പല വാക്കുകളും ആ അർത്ഥത്തിലല്ല ഒരു ജില്ലയ്ക്ക് ഇപ്പുറത്ത് മലപ്പുറത്ത് നമ്മൾ പ്രയോഗിക്കുന്നത്. അങ്ങനെ ധാരാളം വ്യത്യസ്തതകൾ 14 ജില്ലകളുള്ള 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ മലയാള ഭാഷയ്ക്കുണ്ട്. അപ്പോൾ അതൊക്കെ പ്രാദേശിക ഭാഷകളാണ് യഥാർത്ഥത്തിൽ. എന്തിനാണ് ഈ പ്രാദേശിക ഭാഷകൾ കവിതയിൽ അല്ലെങ്കിൽ കഥയിൽ, നോവലിലൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നാരായൺ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അദ്ദേഹം ഈ ആദിവാസികളുമായി ബന്ധപ്പെടുത്തി സാഹിത്യകൃതികൾ എഴുതുന്നതിൽ തൽപരനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചരേത്തി എന്ന് പറയുന്ന നോവൽ മലയരയന്മാരെക്കുറിച്ച് വന്നിട്ടുള്ള ഏറ്റവും പ്രശസ്തമായൊരു നോവലാണ്. ഊരാളിക്കുടി മുതുവന്മാരുടെ ഊരാളന്മാരുടെ കഥയൊക്കെ പറഞ്ഞ അങ്ങനെ ധാരാളം രചനകൾ അദ്ദേഹം ഇത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രാദേശിക ഭാഷയിലാണ് അദ്ദേഹം കൃതികൾ എഴുതുന്നത്. എന്തിനാണ് പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒന്ന്, വൈകാരികതയേറും. ഈ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ പ്രയോഗിക്കുന്ന രചനാ സന്ദർഭങ്ങളിൽ വൈകാരികതയുടെ അംശം കൂടുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. 2, സൗന്ദര്യാനുഭവമുണ്ട്. നമ്മൾ പ്രാദേശിക ഭാഷയിൽ എഴുതുമ്പോൾ മാനക ഭാഷയിൽ എഴുതുന്നതിനേക്കാൾ കൂടുതൽ സൗന്ദര്യാനുഭവം നമുക്ക് അനുഭവപ്പെടും. 3, സ്വാഭാവികതയുടെ ഒരു സ്പന്ദമുണ്ട് അതിനകത്ത്. സ്വാഭാവികമായിട്ട് തോന്നും. നമ്മൾ പലപ്പോഴും മാനക ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു യാന്ത്രികമായ പ്രവർത്തനമാകുമ്പോൾ സ്വാഭാവികമായ ഒരു പ്രവർത്തനമായി നമുക്ക് തോന്നുക എപ്പോഴും പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നതാണ്. 4, നമ്മുടെ ഒരു വേറിട്ട ജീവിത പശ്ചാത്തലമാണ് പല കൃതികളിലും ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പറയുന്ന നാരായണുമായി ബന്ധപ്പെട്ട് ഉള്ളത് കേരളത്തിലെ ആദിമ നിവാസികളുമായി ബന്ധപ്പെട്ട കഥാസന്ദർഭങ്ങളായതുകൊണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്ന വേറിട്ട ഭാഷാരീതി, വേറിട്ട ജീവിത പശ്ചാത്തലം ആ രീതിയിൽ ധ്വനിപ്പിക്കാനും ഈ പ്രാദേശിക ഭാഷകൾക്ക് ആകും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതൊക്കെയാണ് പ്രാദേശിക ഭാഷ ഉപയോഗിക്കുമ്പോൾ കൈവരുന്ന ശക്തി സൗന്ദര്യങ്ങൾ എന്തെന്നുള്ളത്. അടുത്തത്, അച്ചടി വ്യാപകമായതോടെ മലയാള കവിതയിലെ ചൊല്ലൽ പാരമ്പര്യം അസ്തമിച്ചുപോയി എന്ന് കവിയും ചിന്തകനുമായ എം ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ONVയുടെയും കടമ്മനിട്ടയുടെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയും ഡി വിനയേന്ദ്രൻ്റെയും കുരിപ്പുഴ ശ്രീകുമാറിൻ്റെയും വി മധുസൂദനൻ നായരുടെയും എല്ലാം രംഗപ്രവേശത്തെയാണ് ഇത് വീണ്ടെടുക്കപ്പെട്ടത്. ഇവരുടെ ആലാപന സാധ്യതയുള്ള കവിതകൾ തിരഞ്ഞെടുത്ത് കവിതയരങ്ങ് സംഘടിപ്പിക്കുക. നമ്മൾ ചെയ്യേണ്ടുന്നൊരു പ്രവർത്തനമാണ്. നമുക്ക് സ്കൂൾ തുറക്കാത്തതുകൊണ്ട് വേണമെങ്കിൽ ഓൺലൈനിലൊക്കെ ചെയ്യാം. ഇവരുടെ ഏതെങ്കിലുമൊക്കെ പ്രശസ്തമായ കവിതകളെടുത്ത് അത് ചൊല്ലി ചെയ്യേണ്ടുന്ന പ്രവർത്തനമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ അതിന് തയ്യാറാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നാൽ നമുക്കതൊരു കവിതയരങ്ങ് പോലെ എഡിറ്റ് ചെയ്ത് ഒരുമിച്ചൊരു ഫയലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു വ്യത്യസ്തമായ പ്രവർത്തനമായിരിക്കും. താല്പര്യമുള്ളവർ എന്നെ ഒന്ന് പേഴ്സണൽ മെസ്സേജിൽ അറിയിച്ചാൽ മതി. എന്താണ് കവിതയരങ്ങ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നോക്കൂ, മലയാളത്തിൽ കവിതയ്ക്ക് പണ്ട് വലിയ ചൊല്ലൽ പാരമ്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് പുസ്തകങ്ങൾ അച്ചടി വ്യാപകമായതോടെ ഈ കവിയരങ്ങ് അല്ലെങ്കിൽ ചൊല്ലൽ പാരമ്പര്യമൊക്കെ അവസാനിച്ചു. പിന്നീട് അത് വരുന്നത് ONV, കടമ്മനിട്ട, ചുള്ളിക്കാട്, കുരിപ്പുഴ ശ്രീകുമാർ, മധുസൂദനൻ നായർ ഇവരൊക്കെ കവിതകൾ എഴുതുകയും ചൊല്ലുകയൊക്കെ ചെയ്യുന്നതോടെയാണ്. അവർ കവിതകൾ എഴുതുന്നു, അത് ചൊല്ലി അവതരിപ്പിക്കുന്നു. അത് കുറച്ചു മുമ്പ്
നമ്മൾ പറയുന്ന ഓഡിയോ കാസറ്റുകളായി പിന്നീട് CD-കളായിട്ടൊക്കെ ഇറങ്ങുന്നു. ഇപ്പോഴും ഓഡിയോ ഫയലായിട്ട് ഓൺലൈനിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മുരുകൻ കാട്ടാക്കടയെ പോലുള്ള കവികളൊക്കെ ഈ ചൊല്ലൽ പാരമ്പര്യത്തിൻ്റെ മലയാളത്തിലെ ഇങ്ങേ തലക്കലെ ആളുകളാണ്. ഇവരുടെയൊക്കെ കവിതകൾ എടുത്തുകൊണ്ട് നമുക്ക് കവിത അരങ്ങ് സംഘടിപ്പിക്കാവുന്നതാണ്. എന്തിനാണ് കവിത അരങ്ങ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ ചോദ്യം. അതിലൊന്നാമത്തെ കാര്യം, കവിത ചൊല്ലുന്നൊരു പാരമ്പര്യം മലയാളികളെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ്. 2, അവതരിപ്പിക്കുന്ന കവിതകൾക്ക് വലിയ പ്രചാരമുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിലെ പ്രശസ്തനായ ഭാവഗായകൻ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ജി വേണുഗോപാൽ, അദ്ദേഹം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ചുള്ളിക്കാടിൻ്റെ സന്ദർശനം അല്ലെങ്കിൽ NN കക്കാടിൻ്റെ സഫലമീ യാത്ര തുടങ്ങിയ കവിതകളൊക്കെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ആലപിച്ചത് യൂട്യൂബിൽ ലഭ്യമാണ്. നമ്മളതിങ്ങനെ കേട്ടു നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മായികമായ അനുഭൂതിയിലേക്ക് നമ്മൾ പോകും. അപ്പം അങ്ങനെ ഉള്ള ഈ ചൊല്ലൽ കവിതകൾക്ക് വലിയ പ്രചാരം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒന്നുള്ളത്, കവിത ചൊല്ലൽ എന്നുള്ളത് കലോത്സവത്തിലൊരു മത്സര ഇനമായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായി. കവിതാസ്വാദനത്തിന് മറ്റൊരു സാധ്യതയാണ് യഥാർത്ഥത്തിൽ ഈ കവിത അരങ്ങ് അല്ലെങ്കിൽ കവിത ആലാപനം സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇനി കവിത അരങ്ങ് സംഘടിപ്പിക്കുമ്പോൾ അത് വിലയിരുത്തുമ്പോൾ, ഒരു മത്സരമായിട്ട് കാണുകയാണെങ്കിൽ നമ്മളതിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഒന്നാമത്തേത് കവിതയുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പാടാൻ ചൊല്ലാൻ കുട്ടിക്ക് കഴിയുന്നുണ്ടോ, താളം നന്നായി ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഉച്ചാരണശുദ്ധി വളരെ പ്രധാനമാണ്, കവിതയുടെ ആശയം മുഴുവനായി ചോർന്നു പോകാത്ത തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ. ഇങ്ങനെയുള്ള 3-4 വിലയിരുത്തൽ കുറിപ്പുകളോടെ നമുക്ക് ആ കവിതാവതരണത്തെ വിലയിരുത്തുകയും ചെയ്യാം. ഏതായാലും അത് കുറച്ച് കുട്ടികളെങ്കിലും അവതരിപ്പിച്ചാൽ നന്നാവും. താല്പര്യമുള്ളവർ, തയ്യാറുള്ളവർ എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെയുള്ളത് പടയണിയുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ്, പടയണി എന്താണ് എന്നുള്ളത് പരിചയപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ഒരു ചിത്രവും കുറിപ്പും ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ഇത്രയാണ് കിരാതവൃത്തവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ. ഓക്കെ, താങ്ക് യു.